കഥയുടെ തുടക്കത്തിൽ തന്നെ ആൻറ്റിയെയും അവളുടെ ഫ്രണ്ട്സിനെയും ഒരു കൂട്ടർ വളഞ്ഞിട്ട് വെടിവെക്കുകയാണ്. ആ വെടിവെപ്പിൽ ആൻറ്റിയും അവളുടെ ഫ്രണ്ട്സും മരിക്കുന്നു. അവിടെ നിന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോയാൽ കുറേ കാലങ്ങൾക്ക് ശേഷം ആൻറ്റി തൻ്റെ ഫ്രണ്ട്സിനെ കാണാനായി മൊറോക്കോയിലേക്ക് വരികയാണ്. ആൻറ്റിയെ പിക്ക് ചെയ്യാനായി ആൻറ്റിയുടെ ഫ്രണ്ട് ബുക്കർ അപ്പോൾ അങ്ങോട്ടേക്ക് വരുന്നു. എത്ര വർഷമായി ബോസ് നിങ്ങളെ കണ്ടിട്ട്? ബുക്കർ ആൻറ്റിയെ ബോസ് എന്നാണ് വിളിക്കുന്നത്. എന്തിനാണ് അത്യാവശ്യമായി ഇപ്പോൾ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ആൻറ്റി ബുക്കറിനോട് ചോദിച്ചു. ആ പഴയ CIA ഏജൻറ്റ് ജെയിംസ് കോപ്ലിക്ക് നമ്മുടെ ഒരു സഹായം വേണം. അതിനാണ് ബോസിനെ ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ആൻറ്റിയെയും കൊണ്ട് ബുക്കർ ഹോട്ടലിലേക്ക് പോയി. ഹോട്ടലിലെത്തിയ ആൻറ്റി സൗത്ത് സുഡാനിലെ ഒരു സ്കൂളിൽ ടെററിസ്റ്റ് ആക്രമണത്തിൽ ഒരുപാട് കുട്ടികൾ മരിച്ച ന്യൂസ് കണ്ടു. അതിനുശേഷം റൂമിലേക്ക് പോയ ആൻറ്റിയെ കണ്ട് തൻ്റെ പഴയ സുഹൃത്തുക്കളായ നിക്കിയും ജോയും സന്തോഷത്തിൽ ആൻറ്റിയെ എടുത്തു പൊക്കി. എന്നിട്ട് തങ്ങളുടെ പഴയ കാലത്തെക്കുറിച്ചും അന്നുണ്ടായ രസകരമായ സംഭവങ്ങളെക്കുറിച്ച് അവസാനം ആൻറ്റി തങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നും പോയതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചു. അടുത്ത ദിവസം ജെയിംസ് കോപ്ലിയെ കാണാൻ ആൻറ്റിയും ബുക്കറും ടൗണിലേക്ക് പോയി. എന്നാൽ ജെയിംസ് അവരെ വെയിറ്റ് ചെയ്ത് ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിപ്പുണ്ടായിരുന്നു. താൻ CIA വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. പിന്നെ എന്തു പറ്റി റിട്ടയർഡ് ചെയ്യാൻ? എൻ്റെ വൈഫ് ഈ അടുത്ത് മരിച്ചു. അങ്ങനെ ഞാൻ CIA വിട്ടു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സൗത്ത് സുഡാനിൽ കുറച്ച് ടെററിസ്റ്റുകൾ ഒരു സ്കൂൾ ആക്രമിച്ചു. അതിൽ ഒരുപാട് കുട്ടികൾ മരിച്ചു. അതിൻ്റെ അന്വേഷണം CIA എൻ്റെ ഫ്രണ്ട്സിനായിരുന്നു. അവൻ ആ വർക്ക് എന്നെ ഏൽപ്പിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ വർക്ക് എന്നെക്കാളും ബെറ്ററായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഈ മിഷനിൽ ഹെൽപ്പ് ചെയ്യണമെന്ന് ആൻറ്റിയോട് ജെയിംസ് പറയും. തൊട്ടടുത്ത ദിവസം തന്നെ ആൻറ്റിയും ഫ്രണ്ട്സും സൗത്ത് സുഡാനിലേക്ക് പോകും. എന്നാൽ മരുഭൂമിയിലൂടെ ഒരുപാട് നടന്ന ശേഷം ആ ടെററിസ്റ്റ് ഉള്ള പ്ലേസ് അവർ കണ്ടെത്തും. എന്നാൽ അവിടേക്ക് ആരെങ്കിലും അതിക്രമിച്ച് കയറിയാൽ സ്പോട്ടിൽ തന്നെ വെടിവെച്ച് കൊല്ലാനായി ഒരുപാട് പേർ തോക്കുമായി നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ അവരുടെയെല്ലാം കണ്ണു വെട്ടിച്ച് ആൻറ്റിയും ഫ്രണ്ട്സും ആ ടെററിസ്റ്റ് ബേസ്മെൻറ്റിൽ കയറിക്കൂടി. എന്നാൽ ആൻറ്റിയും ഫ്രണ്ട്സും അവിടെ കയറുന്നത് കണ്ട് അവർക്ക് നേരെ വെടിവെച്ച ഒരു ടെററിസ്റ്റിനെ അവർ തിരിച്ചറ്റാക്ക് ചെയ്തു. അതിനുശേഷം ഒരു ടണലിലൂടെ അവർ എത്തിയത് ഒരു വലിയ ഹോളിലാണ്. എന്നാൽ അതൊരു ട്രാപ്പായിരുന്നു. ടെററിസ്റ്റ് ആണെന്നും പറഞ്ഞ് അവരെത്തിയത് ഒരു മിലിറ്ററി ബേസിലായിരുന്നു. ആൻറ്റിയെയും ഫ്രണ്ട്സിനെയും കാത്തുനിന്ന ആ ആർമി ബേസിലെ ഓഫീസേഴ്സ് അവരെത്തിയ പാടെ അവർക്ക് നേരെ വെടിവെക്കാൻ തുടങ്ങി. ഒടുവിൽ ആൻറ്റിയെയും ഫ്രണ്ട്സിനെയും അവർ വെടിവെച്ച് കൊല്ലുന്നു. എന്നാൽ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആൻറ്റിയുടെ ശരീരത്തിൽ കൊണ്ട ബുള്ളറ്റ് എല്ലാം പുറത്തേക്ക് വരുന്നു. അവളുടെ മുറിവുകളെല്ലാം ഉണങ്ങുന്നു. നിക്കിയുടെയും ബുക്കറിൻ്റെയും ജോയുടെയും ശരീരത്തിലെ എല്ലാ മുറിവുകളും ഉണങ്ങുന്നു. നിമിഷ നേരം കൊണ്ട് തന്നെ അവർക്ക് ജീവൻ വരുന്നു. നിമിഷ നേരം കൊണ്ട് തന്നെ തങ്ങളെ ആക്രമിച്ച ശത്രുക്കളെ ആൻറ്റിയും ഫ്രണ്ട്സും വെടിവെച്ച് കൊല്ലുന്നു. എന്നാൽ ഇതെല്ലാം CCTV ക്യാമറയിൽ ജെയിംസ് കോപ്ലി കാണുന്നുണ്ടായിരുന്നു. ആൻറ്റി ആ CC ക്യാമറയുടെ അടുത്ത് വന്ന് നിന്റെ സമയം എണ്ണപ്പെട്ടു ജെയിംസ് എന്ന് പറഞ്ഞ് ആ CC ക്യാമറ അടിച്ചു പൊട്ടിച്ചു. എന്നാൽ ഇനി അധിക നേരം ഇവിടെ നിന്നാൽ ആൻറ്റിയും ഫ്രണ്ട്സും ഇവിടെ എത്തി തന്നെ പിടികൂടുമെന്ന് മനസ്സിലാക്കി കൊപ്ലി അവിടെ നിന്നും രക്ഷപ്പെടും. ശത്രുക്കളെയെല്ലാം കൊന്ന ശേഷം ആൻറ്റിയും ഫ്രണ്ട്സും എങ്ങനെയെങ്കിലും ആ കൊപ്ലിയെ പിടിക്കണം. അവൻ എന്തിനാണ് നമ്മളെ പറഞ്ഞു പറ്റിച്ച് ഇങ്ങനൊരു ട്രാപ്പ് ഉണ്ടാക്കിയത്? എന്തായാലും തങ്ങളെ ചതിച്ച കൊപ്ലിയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ആൻറ്റിയും ഫ്രണ്ട്സും തീരുമാനിച്ചു. എന്നാൽ ഇതേ സമയം അഫ്ഗാനിസ്ഥാനിൽ US ആർമി ഓഫീസറായ നെലിയും അവളുടെ ഫ്രണ്ട്സും കൂടി ഒരു ഭീകരനെ പിടിക്കാനായി അഫ്ഗാനിലെ ഒരു ഗ്രാമത്തിലേക്ക് ചെല്ലും. എന്നാൽ തങ്ങൾ തിരഞ്ഞെടുത്തിയ ഭീകരൻ ഒരു വീടിനുള്ളിലുണ്ട് എന്ന് ആ കൂട്ടത്തിലെ ഒരു സ്ത്രീ അവരെ കണ്ണു കാണിക്കും. നെലിയും ഫ്രണ്ടും ആ വീടിന്റെ ഡോർ ഇടിച്ചു പൊളിച്ച് ആ വീടിനുള്ളിൽ കയറും. എന്നാൽ കയറിയ പാടെ ആ വീടിനുള്ളിലുണ്ടായിരുന്ന ഭീകരനെ അവർ വെടിവെക്കും. എന്നാൽ അതിനുശേഷമാണ് മനസ്സിലായത് തങ്ങൾ അന്വേഷിച്ചു വന്ന ആളല്ല ഇതെന്ന്. വെടികൊണ്ട ആളെ നെലി രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന കത്തി ഊരി അയാൾ നെലിയുടെ കഴുത്തിൽ കുത്തി. പാതി കഴുത്തറന്നു പോയ നെല്ലിയെ കണ്ട് അവളുടെ ഫ്രണ്ട് അലറി വിളിച്ചു. എന്നാൽ ഇതേ സമയം ആൻറ്റിയും ഫ്രണ്ട്സും ജെയിംസ് കോപ്ലിയെ അന്വേഷിച്ച് പാരീസിലേക്ക് പോവുകയാണ്. എന്നാൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആൻറ്റിയുടെയും ഫ്രണ്ട്സിൻ്റെയും മനസ്സിൽ നെല്ലിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ വരുന്നു. എന്നാൽ ഇതേ സമയം അഫ്ഗാനിസ്ഥാനിലെ ആർമി ബേസ് ഹോസ്പിറ്റലിൽ തൻ്റെ പാതി കഴുത്ത് മുറിഞ്ഞു പോയിട്ടും നെല്ലി തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. എന്നാൽ നെല്ലിയെക്കുറിച്ച് പല സ്വപ്നങ്ങൾ കണ്ട ആൻറ്റിയും ഫ്രണ്ട്സും ഓരോരുത്തരും കണ്ട സ്വപ്നത്തിലെ ഭാഗങ്ങൾ പറയാൻ തുടങ്ങി. നിക്കി അതെല്ലാം ഒരു ബുക്കിൽ എഴുതി വെച്ചു. അപ്പോഴാണ് ആൻറ്റി പറയുന്നത് അത് അഫ്ഗാനിസ്ഥാനാണ്, ഞാൻ കണ്ടതാണ്. നിങ്ങൾ പാരീസിലേക്ക് പൊക്കോളൂ, ഞാൻ അഫ്ഗാനിൽ പോയി അവളെയും കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് ആൻറ്റി ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. എന്നാൽ ഇതേ സമയം അഫ്ഗാനിസ്ഥാനിലെ ആർമി ബേസ് ഹോസ്പിറ്റലിൽ പാതി കഴുത്ത് അറുത്തു പോയിട്ടും എങ്ങനെയാണ് നെലി ജീവിതത്തിലേക്ക് മടങ്ങി വന്നത്? ഇത് അത്ഭുതമായിരിക്കുന്നു എന്ന് പറഞ്ഞ് നെലിയുടെ ഫ്രണ്ട് നെലിയെ കാണാനായി ചെന്നു. എന്നാൽ ഹോസ്പിറ്റൽ ബേസിലെത്തിയ നെലിയുടെ ഫ്രണ്ടിന് നെലിയുടെ കഴുത്തിൽ ഒരു ചെറിയ പാട് പോലും കാണാൻ കഴിഞ്ഞില്ല. നെലിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. നെലിയുടെ ഫ്രണ്ട്സ് നെലിയെ ഒരു ഏലിയനെ പോലെ കണ്ടു.
സഹിക്കവയ്യാതെ നെല്ലി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്നാൽ ഇതേ സമയം പാരീസിൽ മർഡിക് എന്നൊരു സയന്റിസ്റ്റ് മനുഷ്യന്റെ ജീനെ എഡിറ്റ് ചെയ്താൽ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം, എന്നാൽ അതിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് പണം ആവശ്യമാണ് എന്ന് പറഞ്ഞ് തന്റെ സയന്റിഫിക് നിരീക്ഷണങ്ങൾ അയാൾ അവിടെ പറഞ്ഞു. മർഡിക്കിനെ തേടിയാണ് ജെയിംസ് കോപ്ലി പാരീസിലേക്ക് എത്തിയത്. എന്നിട്ട് മർഡിക്കിന് ആന്റിയുടെയും ഫ്രണ്ട്സിന്റെയും ആ CCTV വിഷ്വൽസ് കാണിച്ചു കൊടുത്തു. ഇവരെ എക്സ്പെരിമെന്റ് ചെയ്യുകയാണെങ്കിൽ തന്റെ പരീക്ഷണം സക്സസ്ഫുൾ ആകുമെന്ന് മനസ്സിലാക്കിയ മർഡിക് ജെയിംസ് കോപ്ലിയോട് എത്രയും വേഗം അവരെ പിടിച്ചുകൊണ്ടുവരാൻ പറയുന്നു. എന്നാൽ തന്റെ ഫ്രണ്ട്സ് തന്നെ ഒറ്റപ്പെടുത്തുന്നതിൽ ദേഷ്യം വന്ന നെല്ലി എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ മേലുദ്യോഗസ്ഥൻ വന്ന് പറയും, നിനക്കൊരു ടെസ്റ്റ് ഉണ്ട്, നീ എത്രയും പെട്ടെന്ന് കാലിഫോർണിയയിലേക്ക് പോകണം. തന്റെ ബാഗ് പാക്ക് ചെയ്യാനായി ആർമി ബേസിൽ എത്തിയ നെല്ലിയെ നോക്കി അവളുടെ ഫ്രണ്ട്സ് ഒരു ഏലിയനെ കണ്ട പോലെ നിന്നു. തന്റെ ഫ്രണ്ട്സ് ഒറ്റപ്പെടുത്തുന്നതിൽ വിഷമം വന്ന നെല്ലി റിലീഫിനായി ഒരു സ്ഥലത്ത് മാറിയിരുന്ന് മ്യൂസിക് കേൾക്കുകയായിരുന്നു. എന്നാൽ അപ്പോഴേക്കും നെല്ലിയെ കൊണ്ടുപോകാനായി ആന്റി അവിടെ എത്തിയിരുന്നു. നെല്ലിക്ക് ചുറ്റുമുള്ള ആർമി ഓഫീസേഴ്സിനെ എല്ലാം ഇടിച്ച് പടമാക്കിയ ശേഷം നെല്ലിയെയും ഇടിച്ച് ബോധം കെടുത്തി തന്റെ വണ്ടിയിലാക്കി ആന്റി നെല്ലിയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ നെല്ലിക്ക് പെട്ടെന്ന് ബോധം വരും. നെല്ലി രക്ഷപ്പെടാനായി ആ വണ്ടിയിൽ നിന്നും ചാടും. എന്നാൽ നെല്ലി വണ്ടിയിൽ നിന്ന് ചാടി എന്ന് മനസ്സിലാക്കിയ ആന്റി തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് നെല്ലിയുടെ തലയ്ക്ക് വെടിവെക്കും. അതിനുശേഷം ഇവളെന്താ ഇത്രയും നേരം ഹീലാവാൻ ടൈം എടുക്കുന്നത്, ചിലപ്പോൾ ആദ്യമായത് കൊണ്ടാവാം എന്ന് ആന്റി സ്വയം പറഞ്ഞു. എന്നാൽ വെടികൊണ്ട് മരിച്ച നെല്ലിക്ക് അപ്പോഴേക്കും ജീവൻ വന്നു. ജീവൻ വന്ന ഉടനെ തന്നെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ച ആന്റിയുടെ നെഞ്ചത്തേക്ക് അവൾ കത്തിയെടുത്ത് കുത്തും. എന്നാൽ താൻ ആന്റിയുടെ നെഞ്ചത്ത് കുത്തിയ പാട് തനിയെ മായുന്നത് കണ്ട് നെല്ലി പേടിച്ചു നിൽക്കും. അപ്പോഴേക്കും നെല്ലിയെ ആന്റി തൂക്കിയെടുത്ത് തറയിലടിച്ച ശേഷം, നീയും ഞാനും ഒരേ ജെനിസാണ്, നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണ് എന്ന് അറിയണമെങ്കിൽ നീ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് ആന്റി കാറിലേക്ക് പോയപ്പോൾ തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയണമെന്ന് തീരുമാനിച്ച നെല്ലി ആന്റിയുടെ കൂടെ പോയി. അവിടെ നിന്ന് ആന്റിയും നെല്ലിയും നേരെ പോയത് സുഡാനിലെ ഒരു ഗ്യാങ്സ്റ്ററുടെ അടുത്താണ്. അയാളുടെ ഫ്ലൈറ്റിൽ ആന്റി നെല്ലിയെയും കൊണ്ട് പാരീസിലേക്ക് പോവുകയാണ്. എന്നിട്ട് ആ ഗ്യാങ്സ്റ്റർ വന്ന് ഫ്ലൈറ്റിന്റെ എൻജിൻ സ്റ്റാർട്ടാക്കി ഫ്ലൈ ചെയ്യാൻ തുടങ്ങും. നെല്ലി പേടിച്ച് ഫ്ലൈറ്റിന്റെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടുമ്പോൾ ആന്റി എഴുന്നേറ്റ് നിന്ന് ഒരു ബോട്ടിൽ വോഡ്ക കുടിക്കുകയാണ്. അങ്ങനെ അവർ പാരീസിലേക്ക് പോകുമ്പോൾ ആന്റി നെല്ലിയോട് പറയും, ഞാനും നിന്നെ പോലെയാണ്, നമ്മൾ ഒരിക്കലും മരിക്കില്ല, എത്ര കൊന്നാലും നമ്മൾ ജീവനോടെ തിരിച്ചു വരും. എല്ലാം കേട്ട് നെല്ലി അമ്പരന്നിരുന്നു. എന്നാൽ വോഡ്ക കുടിച്ച ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയ ആന്റിയെ നെല്ലി ആ ബെൽറ്റ് കൊണ്ട് കെട്ടിയിട്ടു. എന്നിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് ചൂണ്ടി ആ ഗ്യാങ്സ്റ്റർ പൈലറ്റിനോട് ഫ്ലൈറ്റ് നിർത്താൻ പറഞ്ഞു. എന്നാൽ അപ്പോഴേക്കും ആന്റി തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് ആ പൈലറ്റിനെ വെടിവെച്ചു. നീ എന്ത് പൊട്ടത്തരമാണ് ഈ കാണിച്ചത്, ഈ ഫ്ലൈറ്റ് മറിഞ്ഞ് ഞാനും നീയും എല്ലാം മരിക്കും എന്ന് നെല്ലി ആന്റിയോട് പറഞ്ഞു. ഇല്ല, എനിക്ക് ഫ്ലൈറ്റ് ഓടിക്കാൻ അറിയാം, നീ ഈ കെട്ടെന്നൊഴിച്ചാൽ ഞാൻ ഫ്ലൈറ്റ് ഓടിച്ചോളാം. ഗതികെട്ട നെല്ലി ആന്റിയുടെ കെട്ടഴിക്കും. എന്നാൽ അപ്പോഴേക്കും വെടികൊണ്ടതായി അഭിനയിച്ച ആ ഗ്യാങ്സ്റ്റർ പൈലറ്റ് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് അയാളുടെയും ആന്റിയുടെയും പ്ലാനിംഗ് ആയിരുന്നു. ദേഷ്യം വന്ന നെല്ലി ആന്റിയെ ഇടിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച ആന്റി അവസാനം ദേഷ്യം വന്ന് നെല്ലിയെ തൂക്കിയെടുത്ത് തറയിലടിച്ചു. എന്നിട്ട് ആന്റി നെല്ലിയോട് പറഞ്ഞു, നിന്നെപ്പോലെയാണ് ഞങ്ങളും, ഒരിക്കലും മരിക്കില്ല. നീ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ നീ ഒറ്റപ്പെടാതിരിക്കാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ഞങ്ങൾ വന്നത്, ഒരിക്കലും നിന്നെ ഉപദ്രവിക്കാനല്ല. ആന്റി പറയുന്നതിലൊക്കെ എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ നെല്ലി അവസാനം ആന്റിക്ക് കൈകൊടുത്തു. അങ്ങനെ ആന്റി നെല്ലിയെയും കൂട്ടി പാരീസിലേക്ക് തന്റെ ഫ്രണ്ട്സ് ഉള്ള സ്ഥലത്തേക്ക് എത്തി. അവിടെ എത്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബുക്കർ നെല്ലിയോട് പറഞ്ഞു, അവസാനം 150 വർഷങ്ങൾക്ക് മുമ്പ് ജോയാണ് നമ്മുടെ കൂട്ടത്തിലേക്ക് നിന്നെ പോലെ വന്നത്, അതിനു മുൻപ് നിക്കി, അതിനു മുൻപ് ഞാൻ, അപ്പോൾ ഈ ഒരു ശക്തിയുമായി ഭൂമിയിൽ ആദ്യം ജനിച്ചത് ആന്റിയാണല്ലേ എന്ന് പറഞ്ഞ് നെല്ലി ആന്റിയെ നോക്കി. അപ്പോൾ ബുക്കർ പറയും, അല്ല, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ ഒരു യുദ്ധത്തിൽ മുറിവേറ്റ് അയാൾ മരിച്ചു. ജയ് എന്നായിരുന്നു അവന്റെ പേര്. യേശുക്രിസ്തുവിന്റെ കാലത്ത് ജയ്യും ആന്റിയും ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ജയ്ക്ക് മുറിവേറ്റാണ് മരിക്കുന്നത്. അപ്പോൾ നിക്കി ചോദിക്കും, നിങ്ങളല്ലേ പറഞ്ഞത് നമ്മൾ ഒരിക്കലും മരിക്കില്ല എന്ന്? എന്നാൽ ജയ് എന്തുകൊണ്ടാണ് മരിച്ചത് എന്നതിന്റെ റീസൺ ഇപ്പോഴും അറിയില്ല എന്ന് ആന്റി നിക്കിയോട് പറയും. എന്നാൽ അതൊക്കെ കഴിഞ്ഞ് അവരെല്ലാവരും ഉറങ്ങാൻ കിടക്കും. ആന്റി മാത്രം എന്തോ ആലോചിച്ച് പുറത്തിരിക്കും. എന്നാൽ അപ്പോഴേക്കും ഒരു സ്വപ്നം കണ്ട് നെല്ലി ചാടി എണീക്കും. എന്നാൽ നെല്ലിയുടെ ശബ്ദം കേട്ട് ബുക്കറും ജോയിയും ആന്റിയും എല്ലാം അവിടേക്ക് വരും. താനൊരു സ്വപ്നം കണ്ടു, സാറ എന്നാണ് അവളുടെ പേര്, ആരൊക്കെയോ ചേർന്ന് അവളെ ക്രൂരമായി ഉപദ്രവിക്കുകയാണ് എന്ന് നെല്ലി പറയും. എന്നാൽ നെല്ലി സ്വപ്നത്തിൽ കണ്ടത് ആന്റിയുടെ ആത്മാർത്ഥ സുഹൃത്ത് സാറയെയാണ്. 500 വർഷങ്ങൾക്ക് മുമ്പ് ആന്റിയും സാറയും ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുകയും എന്നാൽ യുദ്ധത്തിൽ അവരെ
ഓപ്പോസിറ്റ് ആർമി പിടിക്കുകയും തൂക്കിലേറ്റുകയും ചെയ്യും. എന്നാൽ എത്ര തവണ തൂക്കിക്കൊന്നിട്ടും അവർ മരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരെ രണ്ടുപേരെയും ഒരു തുറുങ്കലിൽ അടച്ചു. ആൻറ്റിയും സാറയും ചെകുത്താന്മാരാണെന്ന് കരുതിയ അവർ സാറയെ ഒരു ഇരുമ്പ് ചട്ടക്കൂട് അണിഞ്ഞ് കടലിലേക്ക് എറിഞ്ഞു. എന്നാൽ അതിനുശേഷം ആൻറ്റി ആ തടവറയിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും സാറയെ കണ്ടെത്താനായില്ല. ഒരിക്കലും മരിക്കാത്തത് കൊണ്ട് തന്നെ സാറ 500 വർഷമായി കടലിനടിയിൽ കടന്ന് നരക ജീവിതം അനുഭവിക്കുകയായിരിക്കും. ഈ കഥ ആൻറ്റി നെലിയോട് പറയുമ്പോഴേക്കും ജെയിംസ് കോപ്ലിയുടെ ആളുകൾ അങ്ങോട്ടേക്ക് എത്തും. അപ്പോൾ ആൻറ്റി തൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ അവരെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് തോക്കുമെടുത്തുകൊണ്ട് പോകും. എന്നാൽ അപ്പോഴേക്കും ആൻറ്റിയുടെ പിന്നാലെ നെലിയും പോകും. എന്നാൽ അപ്പോഴേക്കും വീടിനുള്ളിലേക്ക് ശത്രുക്കൾ ഇരച്ചു കയറും. പുറത്തുണ്ടായിരുന്ന ആൻറ്റിയും നെലിയും വീടിനുള്ളിലേക്ക് ചെല്ലുമ്പോൾ ബുക്കർ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. എന്നാൽ നിക്കിയെയും ജോയെയും അവിടെ കാണാനില്ല. എന്നാൽ ജീവൻ തിരിച്ചു കിട്ടിയ ബുക്കർ നിക്കിയെയും ജോയെയും കൊപ്ലിയുടെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയും. എന്നാൽ അപ്പോൾ അവിടേക്ക് വീണ്ടും ജെയിംസ് കൊപ്ലിയുടെ കൂട്ടാളികൾ എത്തും. ജോയെയും നിക്കിയെയും രക്ഷിക്കാനായി ആൻറ്റി തോക്കുമെടുത്ത് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ കൊപ്ലിയുടെ കൂട്ടാളികളെ കൊല്ലുന്നതിനിടയിൽ ആൻറ്റിയുടെ തോളിൽ ചെറിയൊരു മുറിവ് പറ്റി. അതിനുശേഷം വീടിനുള്ളിലുള്ള ബുക്കറിനെയും നെലിയെയും പുറത്തിറക്കിയ ശേഷം ആൻറ്റി ആ വീടിന് തീയിട്ടു. വീടിനുള്ളിൽ ഉണ്ടായിരുന്ന ജെയിംസ് കൊപ്ലിയുടെ കൂട്ടാളികളെല്ലാം വെന്തുമരിച്ചു. എന്നാൽ ഇതേ സമയം ജോയെയും നിക്കിയെയും ആ സയന്റിസ്റ്റായ മർഡിക്കിന് കൊടുക്കാൻ വേണ്ടി ജെയിംസ് കൊപ്ലി അവരെ ട്രാപ്പ് ചെയ്ത് ഫ്രാൻസിൽ നിന്നും UK കൊണ്ടുപോകും. എന്നാൽ ഇതേ സമയം ആൻറ്റി നെലിയെയും ബുക്കറിനെയും കൂട്ടി തൻ്റെ ഒരു പഴയ ഒളിസങ്കേതത്തിലേക്ക് കൊണ്ടുവരും. എന്നാൽ ഇതേ സമയം ജെയിംസ് കൊപ്ലി ജോയെയും നിക്കിയെയും ആ സയന്റിസ്റ്റിന്റെ ലണ്ടനിലെ ലാബിലേക്ക് കൊണ്ടുവരും. നിക്കിയെയും ജോയെയും കണ്ടപാടെ ആ സയന്റിസ്റ്റ് അവരുടെ അടുത്തേക്ക് വന്ന് വന്നല്ലോ എൻ്റെ ഗിനിപ്പന്നി എന്ന് പറയും. ദേഷ്യം വന്ന നിക്കി തൻ്റെ തല കൊണ്ട് സയന്റിസ്റ്റിനെ ഇടിച്ചിടും. ഇടികൊണ്ട് തറയിൽ വീണ സയന്റിസ്റ്റ് തറയിൽ കിടന്ന ഒരു നീഡിലെടുത്ത് നിക്കിയെയും ജോയെയും കുത്താൻ തുടങ്ങി. എന്നാൽ ആ മുറിവെല്ലാം തനിയെ തന്നെ മാഞ്ഞു പോകുന്ന കണ്ട സയന്റിസ്റ്റ് അവരെ മയക്കി തൻ്റെ ലാബിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നാൽ ഇതേ സമയം തൻ്റെ ഒളിസങ്കേതത്തിൽ ഒളിച്ചിരിക്കുന്ന ആൻറ്റി ഇന്നലത്തെ ഫൈറ്റിലുണ്ടായ തൻ്റെ മുറിവ് ഇതുവരെ മറഞ്ഞില്ല എന്ന് മനസ്സിലാക്കി അവിടെ നിന്ന് ഇപ്പോഴും ചോര പൊടിയുന്നുണ്ട്. മരിക്കാതിരിക്കാനുള്ള തൻ്റെ കഴിവ് പോയെന്ന് മനസ്സിലാക്കിയ ആൻറ്റി താൻ ഒരിടം വരെ പോയിട്ട് വരാമെന്ന് ബുക്കറിനോട് പറഞ്ഞ് അവിടെ നിന്ന് പോകും. ഇതേ സമയം തൻ്റെ ഭാര്യയുടെയും മകൻ്റെയും കുട്ടികളുടെയും മരണം നേരിൽ കാണേണ്ടി വന്ന ദുരവസ്ഥയെക്കുറിച്ച് ബുക്കർ നെലിയോട് പറയും. എന്നാൽ ഇതേ സമയം ആൻറ്റി സ്ട്രീറ്റിലെ ഒരു മെഡിക്കൽ സ്റ്റോറിലേക്ക് വന്ന് അവിടെ നിൽക്കുന്ന സെയിൽസ് ഗേളിനോട് പറഞ്ഞ് തൻ്റെ മുറിവിൽ മരുന്ന് വയ്ക്കും. എന്നാൽ തിരികെ ബുക്കറിൻ്റെയും നെലിയുടെയും അടുത്തേക്ക് പോകാനായി കാറിൽ കയറുമ്പോഴാണ് തൻ്റെ പഴയ ഫ്രണ്ടിനെ പറ്റി അവൾ ആലോചിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ഫ്രണ്ടും മരിക്കാതിരിക്കുക എന്ന കഴിവ് നഷ്ടപ്പെട്ട് തൻ്റെ കയ്യിൽ കിടന്ന് മരിച്ച കാര്യം ആൻറ്റി ഓർക്കും. എന്നാൽ ഇതേ സമയം മാവ്രിക്കിൻ്റെ ലാബിലുള്ള ജോയിയുടെയും നിക്കിയുടെയും ഹൃദയത്തിൽ നിന്നും ലിവറിൽ നിന്നും സാമ്പിൾസ് കുത്തിയെടുത്ത് മാവ്രിക് ടെസ്റ്റ് ചെയ്യും. മാവ്രിക്കിന് മരുന്നുണ്ടാക്കുന്നതിനേക്കാളും ഇവരുടെ ഈ കഴിവ് ഉപയോഗിച്ച് പണമുണ്ടാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ജോയും നിക്കിയും എവിടെയുണ്ടെന്ന് മനസ്സിലാക്കിയ ആൻറ്റി ബുക്കറിനെയും നെലിയെയും കൂട്ടി ലണ്ടനിലേക്ക് വരും. അവരുടെ ഒളിത്താവളത്തിനടുത്തെത്തിയ അവർ ഒരു സ്ഥലത്ത് കാർ പാർക്ക് ചെയ്ത ശേഷം ആൻറ്റി ബുക്കറിൻ്റെ കയ്യിൽ ഒരു ഗണ്ണ് കൊടുക്കും. എന്നാൽ ഇതേ സമയം നിലി ഞാനൊന്നിനും വരുന്നില്ല, തനിക്ക് ആരെയും കൊല്ലാൻ കഴിയില്ല, ഞാൻ എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും അടുത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് പോകും. ആൻറ്റി ഒറ്റയ്ക്ക് വരുന്ന ബുക്കർ നിലി എവിടെയെന്ന് ചോദിക്കുമ്പോൾ നിലി ഒന്നുമില്ല, ഇനി എന്നും നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് ബുക്കറിനോട് പറയും. ഇവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് ആൻറ്റി തന്ന തോക്ക് നിക്കി കാണുന്നത്. ആ തോക്ക് അവൾ അവിടെ കളയാൻ ഒരുങ്ങുമ്പോഴാണ് ആ തോക്കിന് ഉള്ളിൽ ബുള്ളറ്റ് ഇല്ല എന്ന് അവൾ കാണുന്നത്. അപ്പോഴാണ് അവൾ ഓർക്കുന്നത് ബുക്കർ ആൻറ്റിയുടെയും തൻ്റെയും തോക്കിലെ ബുള്ളറ്റ് എടുത്ത ശേഷമാണ് തങ്ങൾക്ക് തന്നത് എന്ന്. നിക്കിയെയും ജോയെ അന്വേഷിച്ച് ലാബിനുള്ളിൽ കയറുമ്പോഴാണ് ജെയിംസ് കൊപ്ലിയെ ആൻറ്റി കാണുന്നത്. ജെയിംസ് കൊപ്ലിയെ ഗൺ പോയിന്റിൽ നിർത്തി ജോയും നിക്കിയും എവിടെയെന്ന് ചോദിക്കുമ്പോൾ പിറകിൽ നിന്ന് ഹുക്കർ ആൻറ്റിയെ വെടിവെക്കും. അതിനുശേഷം ആൻറ്റിയുടെ 2 കൈകളും ഹുക്കർ കെട്ടും. ഹുക്കർ ആൻറ്റിയെ ചതിക്കുകയായിരുന്നു. എന്തിനാണ് നീ എന്നെ ചതിച്ചതെന്ന് ആൻറ്റി ബുക്കറിനോട് ചോദിക്കും. മരിക്കാതിരിക്കുന്നത് കൊണ്ട് നിനക്ക് നിന്റെ ഫ്രണ്ട്സും എനിക്ക് എൻ്റെ കുടുംബവുമാണ് നഷ്ടപ്പെട്ടത്. വേണ്ടപ്പെട്ടവരെല്ലാം മരിക്കുന്നത് കാണേണ്ടി വരുന്ന ഈ നരക ജീവിതം അവസാനിപ്പിക്കാൻ ആ സയന്റിസ്റ്റിന്റെ പരീക്ഷണത്തിന് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരാം. അതുകൊണ്ടാണ് താൻ അങ്ങനെ ചെയ്തത് എന്ന് ഹുക്കർ പറയും. എന്നാൽ ആൻറ്റിയുടെ ശരീരത്തിൽ നിന്നും ഹീലാവാതെ ബ്ലഡ് വരുന്നത് കണ്ട് ഹുക്കർ പേടിക്കും. എന്നാൽ അപ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന സയന്റിസ്റ്റിനോട് ജെയിംസ് കൊപ്ലി ആൻറ്റിയുടെ ആ കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു, അവൾക്ക് എത്രയും വേഗം ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്ന് കൊപ്ലി പറയും. ആൻറ്റിയുടെ ശരീരം ബ്ലീഡാവുന്നത് കണ്ട ആ സയന്റിസ്റ്റ് ആൻറ്റിയെ ബോധം കെടുത്തിയ ശേഷം ബുക്കറിനെയും സയന്റിസ്റ്റിൻ്റെ ആളുകൾ പിടിച്ചു കെട്ടുന്നു. എന്നാൽ ആൻറ്റി ഇഞ്ചേർഡാണ്, അവളെ താൻ പരീക്ഷണത്തിന് വിട്ടുതരില്ല എന്ന് ജെയിംസ് കൊപ്ലി പറഞ്ഞപ്പോൾ മാവ്രിക്കിൻ്റെ ഗുണ്ട ജെയിംസ് കൊപ്ലിയെ പിറകിൽ നിന്ന് അടിച്ചു വീഴ്ത്തും. അതിനുശേഷം ബുക്കറിനെയും ആൻറ്റിയെയും ജോയും നിക്കിയുമുള്ള റൂമിലേക്ക് കൊണ്ടുവരും.
അതിനുശേഷം ആൻറ്റിയുടെ ബുള്ളറ്റ് അവിടെയുള്ള ഡോക്ടർ സർജറി ചെയ്ത് എടുക്കുമ്പോഴേക്കും ബുക്കറാണ് നമ്മളെ ചതിച്ചതെന്ന് ആൻറ്റി ജോയോടും നിക്കിയോടും പറയും. എന്നാൽ ഇതേ സമയം നിലി ആൻറ്റിയെ അന്വേഷിച്ച് ജെയിംസ് കോപ്ലിയുടെ വീട്ടിലെത്തും. ആൻറ്റി എവിടെയെന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ ഷൂട്ട് ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും ആൻറ്റിയുടെ ആ കഴിവ് നഷ്ടപ്പെട്ടു. അവളെ ആ സയൻറ്റിസ്റ്റ് വന്ന് കൊണ്ടുപോയി. അവളുടെ രക്തമാണ് ഇവിടെയെല്ലാം കിടക്കുന്നത്. താൻ എന്തിനാണ് ആൻറ്റിയെ ട്രാപ്പ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്തതെന്ന് നിലി ചോദിക്കും. എന്നാൽ താൻ ഒരിക്കലും ആൻറ്റിയെ മനഃപൂർവ്വം ട്രാപ്പ് ചെയ്യാൻ നോക്കിയതല്ല. വർഷങ്ങൾക്ക് മുൻപുള്ള പത്രക്കട്ടിങ്സ് നിലിയെ കാണിച്ച ശേഷം ജെയിംസ് കോപ്ലി പറഞ്ഞു, നൂറ്റാണ്ടുകൾക്ക് മുൻപേ തന്നെ ആൻറ്റി ജനങ്ങളെ രക്ഷിക്കാൻ തുടങ്ങി. അവളുടെ ഈ കഴിവുള്ളത് കൊണ്ടാണ് അവൾക്കിതെല്ലാം കഴിഞ്ഞത്. എന്നാൽ ആ കഴിവ് രോഗികളായ അനേകം പേർക്ക് കിട്ടുകയാണെങ്കിൽ അവർക്ക് അവരുടെ ജീവൻ തിരിച്ചു കിട്ടും. അതുകൊണ്ടാണ് താൻ ആ സയൻറ്റിസ്റ്റിൻ്റെ ചെറ്റത്തരത്തിന് കൂട്ടുനിന്നത് എന്ന് കോപ്ലി നെലിയോട് പറയും. തനിക്ക് പറ്റിയ തെറ്റ് മനസ്സിലായ കോപ്ലി ആൻറ്റിയെയും കൂട്ടരെയും രക്ഷിക്കാൻ താൻ ഹെൽപ്പ് ചെയ്യാമെന്ന് നെലിയോട് പറയും. നെലിയെ അങ്ങനെ CCTV ക്യാമറയുടെ കണ്ണ് വെറ്റിച്ച് കോപ്ലി ലാബിനുള്ളിൽ കയറ്റും. 11th ഫ്ലോറിലെ ലാബിലാണ് ആൻറ്റിയും ഫ്രണ്ട്സും ഉള്ളത് എന്നറിഞ്ഞ് നിലി അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ മാവറിക്കിന്റെ ഗുണ്ടകൾ അവൾക്ക് നേരെ വെടിവെച്ചു. എന്നാൽ നിലി ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് കരുതി നിലിയുടെ ബോഡി എടുത്തു മാറ്റാനായി വരുമ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയ നെലി മാവറിക്കിന്റെ ഗുണ്ടകളെയെല്ലാം വെടിവെച്ച് കൊല്ലും. ഇതെല്ലാം CCTV ക്യാമറയിലൂടെ കാണുന്ന മാവറിക്കും മാവറിക്കിന്റെ ഫ്രണ്ടും നിലിക്കും ആ ശക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കും. എന്നാൽ ഇതേ സമയം ബുക്കർ താൻ ചെയ്ത തെറ്റുകൾക്ക് ആൻറ്റിയോട് മാപ്പ് പറയും. എന്നാൽ അപ്പോൾ തന്നെ നിലിയുടെ ഫ്രണ്ടിൽ മാവറിക്ക് പെടുമെങ്കിലും മാവറിക്കിന്റെ ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വന്ന് മാവറിക്കിനെ രക്ഷപ്പെടുത്തും. അങ്ങനെ ഒരുവിധം ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട നിലി ആൻറ്റിയും ഫ്രണ്ട്സുമുള്ള റൂമിലെത്തി അവരെ രക്ഷപ്പെടുത്തും. എന്നാൽ അപ്പോൾ അവിടേക്ക് ഒരു ഗുണ്ട കയറി വരും. ആൻറ്റി അവനെ സ്പോട്ടിൽ തന്നെ വെടിവെച്ച് കൊല്ലും. അതിനുശേഷം നിക്കിയോടും ജോയോടും പറയും, ബുക്കർ ചെയ്ത തെറ്റുകളെല്ലാം നമുക്ക് തൽക്കാലം മറക്കാം. ഇപ്പോൾ നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അവരെല്ലാവരും യുദ്ധത്തിനായി ഇറങ്ങുമ്പോൾ ആൻറ്റിയുടെ ഫ്രണ്ട്സ് പറയും, ഞങ്ങൾ നിനക്ക് ഷീൽഡായി നിൽക്കാം, നിന്നെ അവന്മാർക്ക് തൊടാൻ പോലും കഴിയില്ല. അങ്ങനെ ആൻറ്റിക്ക് ഷീൽഡായി നിന്നുകൊണ്ട് തന്നെ മാവറിക്കിനെ പിടിക്കാനായി അവർ പോകും. എന്നാൽ തനിക്കിനി ഷീൽഡ് വേണ്ട എന്ന് പറഞ്ഞ് ഗണ്ണും എടുത്ത് ഓരോരുത്തരെയായി ആൻറ്റി വെടിവെച്ച് കൊന്നു. ആൻറ്റിയുടെ പിറകെ തന്നെ തോക്കുമായി നിക്കിയും ഉണ്ടായിരുന്നു. എന്നാൽ മാവറിക്കിനെ മാത്രം അവർക്ക് കിട്ടിയില്ല. എന്നാൽ ഇതിനിടയിൽ ആൻറ്റി നിലിയോട് പറയും, നീ ഇപ്പോൾ വളരെയധികം ബ്രേവ് ആയിരിക്കുന്നു. ഞാൻ ഇല്ലാതായാലും അവരെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ നിനക്ക് കഴിയും. അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാവറിക്ക് ഒരു തോക്കുമായി വന്ന് ആൻറ്റിയെ കൊല്ലാനായി നോക്കും. അപ്പോഴേക്ക് നിലി ആൻറ്റിയെ വെടിവെക്കും. ഇത് കണ്ട് കൺഫ്യൂസ്ഡായി മാവറിക്ക് നിൽക്കുമ്പോൾ ആൻറ്റി തൻ്റെ വാളെടുത്ത് മാവറിക്കിന്റെ തലയിൽ വെട്ടും. സത്യത്തിൽ നിലി വെടിവെച്ചത് ആൻറ്റിയെ അല്ലായിരുന്നു. അപ്പോഴേക്ക് നിലി മാവറിക്കിനെയും എടുത്തുകൊണ്ട് ആ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും കാറിന്റെ മുകളിലേക്ക് ചാടും. താഴേക്ക് വീണ മാവറിക് സ്പോട്ടിൽ തന്നെ മരിക്കും. എന്നാൽ ആൻറ്റി കുറച്ച് സമയം കഴിഞ്ഞ് ജീവനോടെ കൂളായി എഴുന്നേറ്റ് വരും. ആൻറ്റിയും ഫ്രണ്ട്സും അവിടെ നിന്ന് പോയ ശേഷമാണ് അവിടേക്ക് പോലീസ് വരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ബുക്കർ തൻ്റെ ഫ്രണ്ട്സിനോടും നിലിയോടും മാപ്പ് പറഞ്ഞ ശേഷം ആൻറ്റിയുടെ അടുത്ത് വരും. ഞാൻ ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ കൂടാൻ യോഗ്യനല്ല, ഞാൻ നിങ്ങളെയെല്ലാം ചതിച്ചു എന്ന് പറഞ്ഞ് ബുക്കർ അവിടെ നിന്ന് പോകും. അതിനുശേഷം ജെയിംസ് കോപ്ലിയുടെ വീട്ടിലെത്തുന്ന ആൻറ്റി താൻ നൂറ്റാണ്ടുകളായി തൻ്റെ ഈ ശക്തി ഉള്ളതിനാൽ ഒരുപാട് ജനങ്ങളെ രക്ഷിച്ചിട്ടുണ്ട് എന്ന ന്യൂസ് അവിടെ വെച്ച് കാണും. എന്നിട്ട് ആൻറ്റി ജെയിംസ് കോപ്ലിയോട് പറയും, താനും ഞങ്ങളുടെ ഈ കൂട്ടത്തിൽ കൂടിക്കോ. എന്നാൽ ഇതേ സമയം പാരീസിലെ ഒരു വീട്ടിലേക്ക് കുടിച്ച് ബോധമില്ലാതെ തോക്കുമായി ഒരു ഇൻവെസ്റ്റിഗേഷനായി ബുക്കർ ചെല്ലും. എന്നാൽ അവിടെ എത്തിയ ബുക്കർ കാണുന്നത് പണ്ട് കടലിൽ ഉപേക്ഷിക്കപ്പെട്ട സാറയെയാണ്. ഈ ഒരു സീനോട് കൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം.